ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ വിക്രത്തിനെ കൊണ്ട് ജയിലിൽ അടച്ചിരിക്കുകയാണ് കിരണും അതുപോലെ തന്നെ ആൽബിയും കൂടിയിട്ട്. എന്നിട്ട് എസ് എടുത്ത് പറഞ്ഞിട്ട് ഇവനെ എന്ത് വേണമെങ്കിലും ചെയ്ത് നാളെ കോടതിയിൽ ഹാജരാക്കണ മുമ്പ് ഇവൻ എന്ത് വേണമെങ്കിലും ചെയ്തോ സാർ, ഇവന്റെ ദേഹത്ത് ഒരു ചെറിയ ജീവൻ മാത്രം വെച്ചിട്ട് കോടതിയിൽ ഹാജരാക്കേണ്ട കാര്യമുള്ളൂ, അതൊക്കെ ഞങ്ങൾ ഏറ്റു സാർ. അല്ലെങ്കിലും ഇവന്റെ അച്ഛനേക്ക് എന്റെ കൈ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു. എന്തായാലും ഇവൻ അടി കൊടുക്കാത്ത ചെറിയ ചെറിയ ഭാഗങ്ങള് സാറുമാര് വിട്ടിട്ടുണ്ടാവുമല്ലോ, ആ ഭാഗങ്ങളെ നമ്മള് പോലീസുകാർ അടി കൊടുത്തോളാം എന്ന് ആ എസ് പറയുന്നുണ്ട്. അങ്ങനെ കിരണും ആൽബിയും കൂടെ അവിടെ നിന്ന് പോകാണ്. വിക്രത്തിനെ അവര് സെല്ലിലേക്ക് കൊണ്ടിടുവാട്ടോ. ഇട്ടൊക്കെ വിക്രത്തിന് നന്നായിട്ട് ഇടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വിക്രത്തോട് പറയണ്ടേടാ, നിന്റെ ഒരു കൂട്ടുകാരനില്ലേ ഗംഗപ്രസാദ്, അവനും ഈ ജയിലിൽ തന്നെയാണ്, നിനക്കറിയാലോ അല്ലേ? 2 പ്രാവശ്യം നീ അവനെ കാണാൻ വന്നില്ലേ? നിനക്കിനി അവനെ കാണണേടാ, അവനോട് പറയണ്ടേ നിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനും അടുത്ത സെല്ലിൽ തന്നെ ഉണ്ടെന്ന്. അല്ലെങ്കിൽ വേണ്ട, നിന്നെ ആ സെല്ലിൽ തന്നെ ആക്കാടാ, രണ്ടുപേരെയും കൂടി അടി പിടിച്ച് ഗൂഢാലോചന നടത്തി മരിക്കടിക്ക് മരിച്ചോടാ എന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ ഗംഗപ്രസാദിന്റെ സെല്ലിലേക്ക് അങ്ങോട്ട് ഇടുവാട്ടോ. വിക്രത്തിനാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ്. ഗംഗപ്രസാദ് ഞെട്ടിപ്പോവാട്ടോ. വിക്രം നീയോ എന്ന് പറയുമ്പോഴേക്കും വിക്രം ഒന്നും മിണ്ടുന്നില്ല. വിക്രം അങ്ങനെ തന്നെ അവിടെ ഇരിക്കുകയാണ്. എടാ നീ എന്താണ് ഇങ്ങനെ, നിന്നെ ആരാ പിടിച്ച് ജയിലിലൊക്കെ ആക്കിയത്? നീ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? എന്താ ആ കാർത്തികനെ ഇല്ലാതാക്കാൻ പോയപ്പോഴേക്കും ആ കിരണും കല്യാണിയും അവിടെ ഉണ്ടായിരുന്നോ? അവരാണോ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടയച്ചത് എന്ന് പറയണം. വിക്രം പറഞ്ഞു, ഒന്നും പറയണ്ട ചേട്ടാ, ഞാൻ കാർത്തികനെ ഇന്നലെ തലക്കടിച്ചതാണ്. ശരിക്കും അവൾ ചാകണ പരിവമായിട്ടുണ്ടായിരുന്നു, ചോര വാർന്ന ചാകുമായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെ ആ കല്യാണിയുടെ സ്വപ്നത്തിൽ വന്നത്രേ അവൾക്ക് എന്തോ അപകടം പറ്റുന്നതായിട്ട്. രാത്രി തന്നെ കല്യാണി കിരണിനെയും കൂട്ടിക്കൊണ്ട് കാർത്തികയുടെ വീട്ടിലേക്ക് വന്നു. അവരൊരു 1 മണിക്കൂർ വൈകിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കാർത്തിക ചോര വാർന്നു മരിച്ചാനെ. ഇതിപ്പോ അവളെ ഐസിയുലാക്കിയിരിക്കുക, എന്നാലും ക്രിട്ടിക്കലാണെന്ന് അറിഞ്ഞത്. അതിന്റെ പേരിൽ ആ കിരൺ എന്നെ തല്ലി ചതച്ച്. കിരൺ മാത്രമല്ല, എന്റെ ഭാര്യ ഉണ്ടല്ലോ ഒരുത്തി, ആദ്യ ഭാര്യ, അറിയാലോ ഗംഗേട്ടനെ, ഞാൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഞാൻ കല്യാണം കഴിച്ചോളൂ, അവളിപ്പോ വേറെ അടുത്തന്നെ കല്യാണം കഴിച്ചല്ലോ. അവന്റെ കൂടെ വന്നിട്ടാ ആ കിരണിനെ തല്ലി ചതച്ചത്. അതിനുശേഷം ഇവിടുത്തെ എസ് അറിയാലോ, കിരണിന്റെ ചന്ദ്രസേനന്റെ ഒക്കെ ആളാണ്. അയാളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് അടിച്ചു. അപ്പോഴാ ഞാൻ ഈ പരുവത്തിലായത്. എടാ വിക്രമേ, നീ വിഷമിക്കണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും ഒരുമിച്ച് തന്നെ ഈ ജയിലിൽ നിന്ന് പുറത്തേക്ക് കിടക്കാം. അതെങ്ങനെ കിടക്കും ഗംഗേട്ട, അതാ എനിക്ക് മനസ്സിലാവാത്തത്, നമുക്ക് നോക്കാടാ എന്ന് പറയാണ് നമ്മുടെ ഗംഗപ്രസാദ്. അതേസമയം പ്രകാശിനാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് ഫുഡൊക്കെ ആയിട്ടാണ് വരുന്നത്. ഹോ, മോനായിട്ട് ഇത് മനസ്സ് തുറന്ന് ഭക്ഷണമൊക്കെ കഴിക്കണം, എന്തായാലും ഇന്ന് നല്ല അടിപൊളി ഫുഡ് തന്നെ മേടിച്ചിട്ട് വയറ് നിറച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശം വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഞെട്ടിപ്പോകാണ്. അവിടെ വിക്രത്തിനെ കാണുന്നില്ല കേട്ടോ. ഇതേവരെ ഇവിടെ പോയി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്, വിക്രത്തിനെ കാണുന്നേ ഇല്ല. അങ്ങനെ റോട്ടിലൊക്കെ പോയി അന്വേഷിക്കുമ്പോ പ്രകാശിയോട് ആ വഴിപോക്കം പറയുന്നുണ്ട്, അല്ല ചേട്ടൻ ആരെ അന്വേഷിക്കണത്? വിക്രമാദിത്യനാണോ ചേട്ടന്റെ മോന്? അതെ, അവനെ തന്നെ, അവന് വീട്ടിലുണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. അവൻ അന്വേഷിച്ചേ 2 ചെറുപ്പക്കാർ ഇവിടെ വന്നിരുന്നു. ചെറുപ്പക്കാരോ? അതെ, പേരൊന്നും എനിക്കറിയില്ല. ചായ കുടിക്കാനുള്ള വന്നപ്പോ വിക്രത്തിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇവര് ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചിട്ടാ വന്നത്. എന്നിട്ട് എന്താവാനാ? എന്നിട്ടൊന്നും ആയില്ല. അവനെ പിന്നെ അവർക്ക് വണ്ടി കയറ്റിക്കൊണ്ട് പോണതൊക്കെ കണ്ടു. ഓഹ്, എന്തൊരു കഷ്ടം അത്. എന്നാൽ ആരാണെന്ന് അറിയാമോ? പേരൊന്നിനും പറഞ്ഞോ? പേരൊന്നും പറഞ്ഞ ചേട്ടാ. കൊണ്ടുപോണത് കണ്ടെത്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് തോന്നുന്നത്. ചേട്ടന്റെ മോനെന്താ എന്തെങ്കിലും കൊലയാളിയോ എന്തെങ്കിലും തെറ്റ് ചെയ്തവനാണോ? എന്റെ മോൻ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ പ്രകാശ് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാട്ട് പോണത്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പ്രകാശ് വേണ്ട, എന്റെ മോനെ ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണോ? നിന്റെ മോന്റെ പേരെന്താ എന്ന് പോലീസുകാരെ കളിയാക്കി ചോദിക്കുമ്പോ പ്രകാശ പറയണ, എന്തിനാ സാറേ ഈ സമയത്ത് എന്നെ കളിയാക്കണത്? എന്റെ മോനാരാധ സാറിന് അറിയാലോ, വിക്രമാദിത്യൻ. ഓ, മഹാരാജാവല്ലേ? ആ മഹാരാജാവ് ജയിലിലുണ്ട് എന്ന് പറയാണ്. അവൻ എന്ത് തെറ്റിലാണ് സാർ ജയിലിലാക്കിയത്? അതൊക്കെ അവനോട് നേരിട്ട് പോയി ചോദിക്ക്, അവൻ സെല്ലിലുണ്ട് എന്ന് പറയാണ്. അങ്ങനെ പ്രകാശ് നേരെ വിക്രമിനെ കാണാൻ വേണ്ടി സെല്ലിലേക്ക് പോവാട്ടോ. എടാ മോന്, നിനക്ക് എന്താണ് സംഭവിച്ചത്? നിന്നെ ആരാ ഈ ചെറിയ സമയത്തിനുള്ളിൽ ജയിലിലേക്ക് ആക്കിയത്? വേറെ ആരാക്കാനാച്ചാ ആ കിരണും പിന്നെ ആൽബി എന്ന് പറഞ്ഞവരുണ്ടായത്. അവരെന്തിനാണ് നിന്നെ ഇങ്ങനെ ജയിലിലേക്ക് ആക്കിയതെന്ന് പറയുമ്പോ, അച്ഛാ ഇന്നലെ ഞാൻ കാർത്തികയുടെ തലതല്ലി പൊട്ടിച്ച കാര്യം പറഞ്ഞില്ലേ, അതിന്റെ പേരില്ല. അവൾ ഐസിയുലാണ്, ജീവൻ പോകുന്ന രീതിയിലാണ്. ഹോ, എന്തൊരു അവസ്ഥയാണ് ഇത്. ഇനിയിപ്പോ എന്ത് ചെയ്യും അച്ഛൻ ഏതെങ്കിലും നല്ല വക്കീലിനെ വെച്ചിട്ട് ഞങ്ങൾ ഒന്ന് കേസിൽ പുറത്തേക്ക് എടുക്കണം. അല്ല ഇതാരാ ഇതാണ് ഗംഗപ്രസാദ്, ഞാൻ പറഞ്ഞില്ലേ. ഓ, മനസ്സിലായി. എടാ, അതിന് വക്കീലിനെ വെക്കുകയാണെങ്കിൽ തന്നെ ആ കല്യാണി അതുപോലെ തന്നെ സമ്മതിക്കൂടെ വക്കീലിൽ വെക്കാനായിട്ട്? അവളുടെ സ്വഭാവം നിനക്ക് അറിയില്ലേ? അവളുടെ കയ്യോ കാലോ എന്തിനൊക്കെ പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അച്ഛൻ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കേസ് ഒത്തുതീർപ്പാക്കാൻ പറ്റും നോക്ക്. അങ്ങനെ ആക്കാൻ പറ്റില്ലെങ്കിൽ തന്നെ എങ്ങനെയെങ്കിലൊക്കെ അച്ഛൻ ആ കാർത്തികയുടെ കൈ പിടിച്ചിട്ട് അവളോട് സ്നേഹം അഭിനയിച്ചിട്ടാണെങ്കിലും അവളുടെ ഈ കേസിൽ നിന്ന് പിന്മാറണോന്നെങ്കിലും പറ. അച്ഛൻ പറയണേ, ശരി ഞാൻ എന്തിനും നോക്കാം, നീ പണമൊക്കെ വീട്ടിൽ വെച്ചത് കൊണ്ട് നല്ല വക്കീലിൽ വെക്കാൻ പറ്റും നോക്കാം. എന്തൊരു അവസ്ഥയായത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശിന് അവിടെ നിന്ന് പോകാണ്. വിക്രം പറയണ്ട, അച്ഛൻ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കായിരിക്കും ഗംഗേട്ടാ, നമുക്ക് നോക്കാം എന്ന് വിക്രവും പറയാട്ടോ.
പിന്നെ പ്രകാശൻ നേരെ പോണത് കിരണിന്റെ വീട്ടിലേക്കാണ്. കിരണോട് പറഞ്ഞു, എന്തിനാണ് എന്റെ മോനെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് ഇങ്ങനെ ജയിലിലേക്ക് ആക്കിയത്? കാർത്തിക എന്ന് പറഞ്ഞവൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതാണ്. അതിലേതെങ്കിലും ഒരു ശത്രു ആയിരിക്കും. ഇല്ലില്ല, അവൾക്കാകെ നിങ്ങളും അതുപോലെ തന്നെ ഗംഗപ്രസാദ് പറഞ്ഞവര് മാത്രമേ ശത്രുക്കളായിട്ടുള്ളൂ. ഗംഗപ്രസാദ് ജയിലിലാണല്ലോ, അതുകൊണ്ട് അവനായിരിക്കുന്നത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. വിക്രം തന്നെയാ അത് ചെയ്തതെന്ന് ഞങ്ങളാരും അല്ല തീരുമാനിച്ചത്. കാർത്തിക തന്നെയാണ് മൊഴി കൊടുത്തത് പറയാണ്. എന്നാലും എന്റെ മോന് അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ല. കാർത്തിക ശത്രുത കൊണ്ട് പറഞ്ഞതായിരിക്കും. നിങ്ങളൊക്കെ തന്നെ, കല്യാണി, നീയും കാർത്തികയും കാദംബരി വിക്രമൊക്കെ എന്റെ മക്കള് തന്നെയല്ലേ, നിങ്ങളിങ്ങനെ തമ്മി തല്ലാവോ എന്ന് പറയുമ്പോ, ഓഹോ, ഇത് പ്രകാശൻ തന്നെയാണ് പറയണത്. പ്രകാശന്റെ സ്വഭാവത്തിലൊക്കെ ഭയങ്കര മാറ്റം ഉണ്ടല്ലോ കിരണേട്ടാ. അതെ അതെ, മോൻ ജയിലിലാകുമ്പോ ഇയാളുടെ സ്വഭാവം ഇങ്ങനെ പലതരത്തിലും മാറും. കിരണെ, ഞാൻ സത്യമായിട്ട് തന്നെ പറഞ്ഞത്, എന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട്. ഞാൻ അമ്പലങ്ങളൊക്കെ പോയിട്ടാ വരുന്നത്. എല്ലാവർക്കും നല്ലത് വരുത്താൻ വേണ്ടി പ്രാർത്ഥിച്ചു. ആണോ? എങ്കിലും നിങ്ങളുടെ പ്രകാശനം പേര് മാറിയിട്ടുണ്ടാവണമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യില്ലേ? നീ എന്താ എന്നെ കളിയാക്കുവാണോ? ഞാൻ എങ്ങനെയെങ്കിലും എന്റെ മോനെ പുറത്തു കൊണ്ടുവരും, നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അവിടുന്ന് പോകുവാണ്. കണ്ടില്ല കല്യാണി, കാര്യം നടക്കാൻ പറഞ്ഞപ്പോ അയാളുടെ സ്വഭാവം മാറിയത്. അയാളല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ കിരണേട്ടാ എന്ന് കല്യാണിയും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പ്രകാശ് നേരെ പോണത് ഹോസ്പിറ്റലിലേക്കാണ്. കാർത്തികയുടെ കയ്യോ കാലോ പിടിച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ കേസ് ചെയ്ത് ഒഴിവാൻ പറയാൻ വേണ്ടി. അങ്ങനെ കാർത്തികനെ ICU കയറി കാണുന്നുണ്ട് പ്രകാശ്. മോളെ, നീ എന്റെ മോള് തന്നെയാണ്. ഞാൻ നിന്നെ ചെറുപ്പത്തിൽ ഉപേക്ഷിക്കുന്നത് ശരിയാണ്, പക്ഷെ നീ കുറച്ചു നാള് അഭിനയിച്ചതാണെങ്കിലും എന്റെ മോളായിട്ട് കൂടെ ഉണ്ടായല്ലോ. സത്യം ഞാൻ ഒരുപാട് സന്തോഷിച്ചായിരുന്നു. നിന്നെ ഒരിക്കലും കല്യാണിന്റെ അത്രയൊന്നും ഞാൻ വെറുക്കണമൊന്നുമില്ല. പക്ഷെ വിക്രം, അവനൊരു തെറ്റു പറ്റി, മോള് ക്ഷമിക്കണം. നിന്റെ അനിയനല്ലേ അവൻ. മോൾ ഈ കേസിന് പിന്മാറണം എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തികയുടെ കാല് പിടിക്കാട്ടോ. കാർത്തിക പറയണ, ഇല്ല, ഞാൻ ഒരിക്കലും ഇതിന് പിന്മാറില്ല. എന്റെ ഏറ്റവും വലിയ ശത്രു നിങ്ങളും നിങ്ങളുടെ മകനൊക്കെ തന്നെയാന്ന് കാർത്തികൻ പറയാണ്. പ്രകാശിന് വട്ടുപിടിക്കുകയാണ്. എന്തായാലും നയപരമായിട്ട് ഇത് മുന്നോട്ട് പോവില്ല. അപ്പോ എന്തായാലും നല്ല വക്കീലിനെ വെച്ചിട്ട് വാദിക്കാൻ തന്നെ പ്രകാശം തീരുമാനിക്കാട്ടോ. അതിനുശേഷം പ്രകാശം വീട്ടിലേക്ക് പോയിട്ട് കിടന്നുറങ്ങുവാണ്. സുഖമായിട്ട് തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. ആ സമയത്താണ് അമ്മുമ്മ അവിടേക്ക് വലിയൊരു ഇരുമ്പൊലക്കെ ആയിട്ട് വരുന്നത്. അത് വേറൊരു ഇരുമ്പൊലക്കെ അല്ല, വിക്രം കാർത്തികയുടെ തലക്കടിച്ചിട്ട് വീഴ്ത്തിയ ആ ഒരു ഇരുമ്പൊലക്കെ ഉണ്ടല്ലോ, അത് തന്നെയായിട്ടാണ് അമ്മുമ്മ വരുന്നത്. അങ്ങനെ പ്രകാശം നല്ല ഉറക്കമാണെന്ന് മനസ്സിലാവുന്ന അമ്മുമ്മ ആ ഇരുമ്പൊലക്കെ വെച്ചിട്ട് പ്രകാശിന്റെ കാല് രണ്ടും തല്ലി ഒടിക്കാണ്. അയ്യോ അമ്മേ, അമ്മ എന്താ ചെയ്യണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശിന് അടി കൊള്ളുവാണ്. എന്താ ചെയ്യണം നീ കണ്ടില്ലേടാ, ഈ വടി നിനക്ക് അറിയാവോ? നിന്റെ മോനെ ഇത് ഉപയോഗിച്ചിട്ട് കണ്ട പെണ്ണുങ്ങളുടെ, അതുപോലെ തന്നെ കണ്ട അവരുടെ നല്ല ഭർത്താക്കന്മാരുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കേണ്ടത്. കാർത്തിക മോള് തലമണ്ട അടിച്ചു പൊട്ടിയതും ആൽബിയുടെ തലമണ്ട അടിച്ചു പൊട്ടിച്ചതും ഒക്കെ ഈ വടി വെച്ചിട്ടാണ്. പിന്നെ ശരണ്യ എന്ന് പറഞ്ഞ പെൺകൊച്ചിന്റെ ഭർത്താവിന്റെ തല അടിച്ചു പൊട്ടിച്ചത്. അതുകൊണ്ട് ഇതുകൊണ്ട് ഞാൻ നിന്റെ തല അടിച്ചു പൊട്ടിക്കാൻ പോവാടാ എന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മ നന്നായിട്ട് പ്രകാശിന്റെ കയ്യും കാലും അടിച്ചൊടിച്ച് വിടുവാട്ടോ. പ്രകാശൻ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കിടക്കാണ്. സ്വന്തം അമ്മ അടിച്ചത് കൊണ്ട് തന്നെ പ്രകാശ് തിരിച്ചൊന്നും പ്രതികരിക്കണമൊന്നുമില്ല. അങ്ങനെ പിന്നീട് കാണിക്കുന്ന പ്രകാശ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതാണ്. കയ്യും കാലും അനക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പ്രകാശൻ കിടന്ന കിടപ്പ് അങ്ങനെ കിടക്കുവാണ്. അപ്പൊ നമ്മുടെ അമ്മൂമ്മയുടെ ചോദിക്കേണ്ട കിരണും കല്യാണിയൊക്കെ, അമ്മൂമ്മയാണ് ഇങ്ങനെ ചെയ്തത്, പിന്നെ അല്ലാതെ അവന്റെ തലക്കിട്ട് അടി കൊടുക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവൻ ഇനിയും ജീവിക്കണം മോളെ. അവന്റെ മോൻ അവന്റെ മുമ്പിൽ കൺമുമ്പിൽ മരിക്കണത് കാണാൻ വേണ്ടി അവൻ ജീവിക്കണം. അതിനുവേണ്ടി കയ്യും കാലും മാത്രമേ ഞാൻ ഒടിച്ചുള്ളൂ എന്ന് പറയുമ്പോ അവർക്ക് സന്തോഷമാവാട്ടെ. ഇത്ര നാള് തന്നെ അടിച്ചു വളർത്താത്തതിന്റെ കുറവാണല്ലോ പ്രകാശം കാണിച്ചു കൂട്ടിയത്. ഇപ്പോഴെങ്കിലും അമ്മൂമ്മ അടിച്ചു വളർത്തിയല്ലോ എന്ന രീതിയിൽ അവർ ചിരിക്കുകയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.